ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാന്മാരുടെ മതത്തോടുകൂടി സമൂഹത്തിനിടയിൽ സകല ഫിത്നയും ഫസാദും പ്രചരിപ്പിക്കാൻ രംഗപ്രവേശനം നടത്തിയ 3 അടുപ്പുങ്കലുകൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അവർ പലതും വിസർജിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട പല ആളുകളും ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ വലിയ കലിപ്പിലാണ്. ആ കലിപ്പ് കാരണം ഇവരെന്താ പറയുന്നത് ഇവർക്ക് തന്നെ പിടുത്തമില്ല. ആ കോലത്തിലായിട്ടുണ്ട് ഇപ്പോൾ ആ 3 അടുപ്പുങ്കലുകൾ. ചൂടായിട്ട് ഇവരുടെ സംസാരം എങ്ങോട്ടൊക്കെയോ പോകുന്നു എന്നാ പറയുന്നത്. ഇവരെന്തുകൊണ്ടാണ് കലിപ്പിലായത്? ഇവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ, അതായത് മജ്ദൂബായ ഷെയ്ഖ് ഉണ്ടല്ലോ, അതായത് മാനസിക നില തെറ്റിയ ഷെയ്ഖ്, ആ ഷെയ്ഖിനെ പിടിച്ച് ഇവർക്ക് പടച്ചോനാക്കണം. അതിൽ ഇവർക്ക് ഒരു പേടിയുമില്ല, ഒരു പേടിയും ഇവർക്കില്ല. നമ്മൾ ഈ ചെറുപ്പം മുതലേ കേൾക്കുന്ന എന്താണ്? പടച്ചോൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ ഇവർ പടച്ചോനാക്കും എത്ര? ഇവർക്ക് അതിനൊരു പേടിയുമില്ല എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. കണ്ട, മടവൂരിനെ പടച്ചോനാക്കാൻ ഇവർക്ക് ഒരു പേടിയുമില്ല എന്ന്. ഇത് പ്രശ്നമല്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഈ കാലം അത്രയും നമ്മൾ പടച്ചോനാണെന്ന് പറഞ്ഞതൊക്കെ അവിടെ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ലേ? അതിനെന്താ പ്രശ്നം ഇവിടെ? അതിനെന്താ പ്രശ്നം ഇവിടെ എന്നാ ചോദിക്കുന്നത്. മശായിഖന്മാരുടെ മതത്തോട് സമൂഹത്തിനിടയിൽ ഫിത്ന പ്രചരിപ്പിക്കാൻ വന്നിട്ട് ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കണക്കാനെ മാനസിക നില തെറ്റിയോ? നിങ്ങൾ എന്തിനാണ് ഇത്ര ദേഷ്യം പിടിക്കുന്നത്? അതാണല്ലോ എല്ലാവരും നിങ്ങളോട് ചോദിക്കുന്നത്. ജദുബാണ്. അതേപോലെ തന്നെ ശൈഖുനാക്ക് മാനസിക നില തെറ്റി എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ അത്ര പ്രഷറിലായത് നമ്മളോട് ചോദിക്കണം. ഒരു വലിയ അങ്ങനെ ഉണ്ടായിക്കൂടെ? ചോദിച്ചു. നിങ്ങൾ ഈ പറയുന്ന മസ്തും ജദുബൊക്കെ ഉണ്ടാകുന്ന വിലായത്തിന്റെ അഹ്ലുകാരുണ്ടായേക്കാം. അതെങ്ങനെയാണ് ഉണ്ടായേക്കാമാകുന്നത്? ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ മജ്ദൂബാണ് എന്ന് നിങ്ങളുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞു വെച്ചതല്ലേ? പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചില്ല. പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതാണ് അദ്ദേഹം മജ്ദൂബായ ഷെയ്ഖാണ്, അതായത് പ്രാന്തനായ ഷെയ്ഖാണ് എന്ന്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിലായത്തിന്റെ ആളെ കുറിച്ചല്ല, ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് തന്നെയാണ്. മുസ്ലിയാരെ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണ്? ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് തന്നെയാണല്ലോ. ശൈഖുൽ മശായിഖായി, ഖുതുബുൽ ആലമായി, സുൽത്താനുൽ ഔലിയായി, ഖുതുബുൽ അഖ്താബായി വന്ന ശൈഖിനെ കുറിച്ചാണ്. അതേ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണല്ലോ നിങ്ങൾ ഈ ഡെക്കറേഷൻ ഒക്കെ ഇട്ട് പറയുന്നത്. അതേ അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പ്രാന്തനായിരുന്നു, മാനസിക നില തെറ്റിയ ആളായിരുന്നു എന്ന്. മനസ്സിലായോ? മനസ്സിലായി. ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഈ ഡെക്കറേഷൻ ഇട്ട് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ ശൈഖുന, നിങ്ങൾ മനസ്സിലാക്കിയ ഷെയ്ഖുനാനെ കുറിച്ച് തന്നെയാ പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാർ. അദ്ദേഹം മജ്ദൂബായിരുന്നു, അതായത് മാനസിക നില തെറ്റിയ പ്രാന്തനായിരുന്നു എന്ന്. ഞങ്ങളെ മശായിഖ് ഞങ്ങൾക്ക് പഠിപ്പിച്ച ശൈഖുന. നിങ്ങളെ മശായിഖ് പഠിപ്പിച്ച തന്നെയാണ് കുരിപ്പായത്. പിന്നെ അതന്നെ പറഞ്ഞോണ്ട് നിൽക്കുക. നിങ്ങളെ മശായിഖ് പഠിപ്പിച്ചു തന്ന ഷെയ്ഖുനാനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് മജ്ദൂബായ ഷെയ്ഖ്, പ്രാന്തനായ ഷെയ്ഖ് എന്ന്. ഞങ്ങളാരും ആരോപിച്ചതല്ല. നിങ്ങൾ ഈ ഡെക്കറേഷൻ ഇട്ട് പറയുന്ന ഷെയ്ഖുനാനെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. സിയം എന്ന് പറഞ്ഞത് ഒരു മജ്ദൂബായ ഒലീജ, ഒരു മജ്ദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോ നമ്മൾ കേൾക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞങ്ങൾ. മജ്ദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് നിങ്ങളുടെ ഷെയ്ഖാണല്ലോ. അതല്ല, പേരോടിനെയും കാന്തപുരത്തെയും ഒക്കെ തള്ളി പറഞ്ഞതുപോലെ തന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെയും നിങ്ങൾ തള്ളി പറയോ? അതല്ല ചേർത്ത് പിടിക്കുവോ? ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. അല്ല ചങ്ങാതി, ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കണക്ക് തന്നെ നിന്റെയും പിരികളെയോ? നിന്റെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് മജ്ദൂബായ ഷെയ്ഖ് എന്ന് പറഞ്ഞത്, നിസ്കരിക്കാത്ത ഷെയ്ഖ് എന്ന് പറഞ്ഞത്, നോമ്പിന് പോലും ഭക്ഷണം കഴിക്കുന്നത് മൂപ്പർ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്, മാനസിക രോഗിയാണ് എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നീ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ എങ്ങനെ അംഗീകരിക്കല്? ഒന്നെങ്കിൽ നീ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ തള്ളു, എന്നിട്ട് നിന്റെ വാദം പറ. അതല്ലെങ്കിൽ നീ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ അംഗീകരിച്ചുകൊണ്ട് ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ മാനസിക രോഗിയാണെന്ന് സമ്മതി. ഇതെന്ത് പരിപാടി? ഓരോ സമയത്ത് ഓരോന്ന് പറയുകയാണോ? നിന്റെ ജീവിതം തന്നെ ഇങ്ങനെയാണല്ലോ. ഒരു കാലത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടെ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നീട് അതിൽ നിന്ന് മാറി നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ പുതിയ ഷെയ്ഖന്മാരെ കിട്ടിയപ്പോൾ പിന്നെ വേറെന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു. ഓരോ സ്ഥലത്തും ഓരോന്ന് പറയുകയാണോ? ഇതെന്ത് പരിപാടിയാണ് ചങ്ങാതി? അത് കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ അങ്ങനെയും പറയും. എനിക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ലേ? കേരളത്തിന്റെ മുക്കുമൂലകളിൽ പോയി സർവ്വ ഫിത്നയും ഫസാദും പ്രചരിപ്പിക്കുന്ന നിങ്ങൾ അവിടെ പോയി ഒന്ന് പറയും, ഇവിടെ പോയി മറ്റൊന്ന് പറയും. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഈ 3 അടുപ്പും കല്ലുകളും? അതാണ് ഞങ്ങള്. ഓ, അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളാ പറയാറല്ലേ? കുഴപ്പാക്കണ്ട, ഞാൻ അങ്ങനെ 2 സ്ഥലത്ത് 2 തന്നെയാണ് പറയല്. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ 2 സ്ഥലത്ത് 2 രീതിയിലാ പറയുന്നത്. ഇത് ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെയും കാട്ടിയും കുറച്ച് മൂത്തതാന്ന് തോന്നുന്നു. അതായത് പിരികളായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവരോടുള്ള ചർച്ച നിർത്താം. ആ സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിയും പറയട്ടെ. ക്യാ ഹുവാ? മൊത്തത്തിൽ പിരികളായിട്ട് തന്നെയാണോ ഉള്ളത്?